വിമുക്ത ഭടൻ അന്തോണിച്ചേട്ടൻ അന്തരിച്ചിരിക്കുന്നു. രാജ്യത്തിനു വേണ്ടി 2 യുദ്ധങ്ങളിൽ പൊരുതിയിട്ടുള്ള ഒരു പട്ടാളക്കാരൻ. സ്വാതന്ത്ര്യദിനത്തിൽ ഈ കൊടിമരത്തിന് താഴെ ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെ ദേശീയ പതാക സല്യൂട്ട് ചെയ്യാൻ പഠിപ്പിച്ച ഭടൻ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടിയാണ് ഈ കൊടിമരത്തിൽ കറുത്ത പതാക ആടിക്കൊണ്ടിരിക്കുന്നത്. വീട്ടുമുറ്റത്തുള്ള ഈ ഏറുമാടം ഒരു സ്മാരകമാണ്. ഓരോ പട്ടാളക്കാരന്റെയും ജീവിതത്തിലെ സംഭവങ്ങളെല്ലാം വിവരിക്കുന്ന ഒരു സ്മാരകം. ഇന്നു മുതൽ ഇത് PL ആന്റണിയുടെ സ്മാരകമാണ്. കാർളം ഗ്രാമത്തെ സംരക്ഷിക്കുന്ന ഒരു സെർച്ച് ടവർ പോലെയാണ് അദ്ദേഹം ഇത് പണി കഴിപ്പിച്ചത്. ഈ ഗ്രാമത്തിന്റെ സുരക്ഷിതത്വം തന്റെ കൈകളിലാണെന്ന് നമുക്കൊരു നിമിഷം തോന്നിപ്പോകും. അതുപോലെയാണ് അദ്ദേഹം ഇതിനു മുകളിൽ കയറിയിരിക്കാറുള്ളത്. ഈ വഴിയിലൂടെ കടന്നുപോകുന്ന എല്ലാ മനുഷ്യരോടും സൗഹൃദവും സ്നേഹവും എന്നും പ്രകടിപ്പിച്ചിരുന്ന ഒരു മനുഷ്യ സ്നേഹി. പ്രായഭേദമന്യേ കുട്ടികളോടും മുതിർന്നവരോടും ഒരുപോലെ സ്നേഹത്തോടെ പെരുമാറാൻ അറിയുന്ന ഒരാൾ. ഈ സ്മാരക മന്ദിരത്തിലേക്ക് നമുക്കൊന്ന് കയറി നോക്കാം. മിലിറ്ററിയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങള്, പെട്ടികള്, പിന്നെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള ബഹുമതികള്, അദ്ദേഹത്തിന്റെയും കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളുടെയും ഫോട്ടോസ്, അങ്ങനെ ഒരു കാലഘട്ടത്തിന്റെ മുഴുവൻ ഓർമ്മ ചിത്രങ്ങളും നിറഞ്ഞ ഒരു ചെറിയ സ്മാരകമാണ് ഇവിടെയുള്ളത്. പണ്ടൊക്കെ അദ്ദേഹത്തിന്റെ യൂണിഫോം ഒക്കെ ഇട്ടിട്ട് നാടകം കളിക്കാൻ പോയിട്ടുള്ളതൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. അതിർത്തി കാക്കുന്ന ഈ ഭടന്മാരോട് പുതിയ തലമുറയ്ക്ക് ബഹുമാനവും ആദരവും ഉണ്ടാവാനായിട്ട് ഈ മ്യൂസിയം സഹായിക്കുമെന്നാണ് എനിക്ക് തോന്നിയത്. പണ്ടൊക്കെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുമ്പോൾ ഈ ഫോട്ടോയും ഇതൊക്കെ കാണിച്ചിട്ട് പഴയ കാര്യങ്ങളെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുമായിരുന്നു അന്തോണിച്ചേട്ടൻ. ലോകമഹായുദ്ധങ്ങളെക്കുറിച്ചൊക്കെ ഒരുപാട് പറയാറുണ്ട്. അതുകൊണ്ട് തന്നെ 3 മക്കളിൽ ഒരാളെ ഇന്ത്യൻ മിലിറ്ററിയിൽ കൊണ്ടുപോയി ചേർത്തു. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരായിരുന്ന വിമുക്ത ഭടന്മാര് അദ്ദേഹത്തെ ആദരിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്ത്യൻ പതാക പുതപ്പിച്ച് ഒരു ഫ്ലാഗ് ഓണർ കൊടുക്കാനാണ് അവർ തയ്യാറെടുക്കുന്നത്. അവരുടേതായ യൂണിഫോമിലാണ് എല്ലാവരും എത്തിയിട്ടുള്ളത്. നമുക്കിനി അന്തോണിച്ചേട്ടന്റെ മൃതദേഹം കിടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മുറ്റത്തേക്കൊന്ന് കയറി ചെല്ലാം. ഇവിടെ നാട്ടുകാരായ ഒരുപാട് പേര് അന്ത്യോപചാരം അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. ഒരു വിമുക്ത ഭടന് നൽകാവുന്ന എല്ലാ ആദരവോടും കൂടിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ കിടത്തിയിട്ടുള്ളത്. ആ ദേശസ്നേഹിയായ മനുഷ്യന് മുൻപിൽ നമുക്കും സല്യൂട്ട് ചെയ്യാം. ആദരാഞ്ജലികളർപ്പിച്ചുകൊണ്ട് ക്യാപ്റ്റൻ സോമൻ എന്നൊക്കെ സംസാരിക്കുന്നത്. പതിറ്റാണ്ട് കാലം ഇന്ത്യൻ ആർമിയിൽ ജോലി ചെയ്ത് വിരമിച്ച ഒരു ധീരനായ സൈനികൻ. അതിനുശേഷം 2 പതിറ്റാണ്ടോളം തന്നെ നമ്മുടെ കേരള ഗവൺമെന്റ് ജീവനക്കാരനായിരുന്നു. അതോടൊപ്പം കഴിഞ്ഞ 45 വർഷമായി കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് എന്ന ഞങ്ങളുടെ സംഘടനയെ ഇരിങ്ങാലക്കുടയിലും അതോടൊപ്പമുള്ള 4 പഞ്ചായത്തുകളിലും ഉയർത്തിക്കൊണ്ടുവരുന്നതിനു വേണ്ടി ദിനരാത്രങ്ങൾ, അഹോരാത്രം എന്ന് തന്നെ പറയാം, ഒരു സൈക്കിളിൽ സഞ്ചരിച്ച ഈ സംഘടനയെ കെട്ടിപ്പടുത്ത അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെയും എല്ലാ ദുഃഖത്തിലും ഞങ്ങൾ പങ്കുചേരുകയാണ്. അദ്ദേഹത്തിന് നിത്യശാന്തി നേർന്നുകൊണ്ട് വയലിൽ പുലരും പുൽക്കൊടി പോലെ ജീവിതനിലയിൽ ഓർത്തോർത്തിനിയും നൈരാശ്യമുടെ വിലപിക്കരുതേ. സുടമായി കേൾക്കാം പുനരുത്ഥാനം.
നവജീവിതവും അറിയിച്ചുയരും സുവിശേഷത്തിൻ തിരുസന്ദേശം. വയലിൽ പുലരും പുൽക്കൊടി പോലെ